Hello Makalai, welcome to the channel Tamil Family Reacts. நான் Swati Prabhakar with me, my best friend Busha. Hi friends. மூவிக்குள்ள போலாமா? போலாம். കോഴി നീ നെല്ല് തിന്നല്ലേ തിന്നാ നിന്നെ ഞങ്ങൾ തല്ലിക്കൊല്ലും. Oh, cracking. Deadly weapons. என்னடா பண்றீங்க? எவ்வளவு ஹாப்பியா எடுத்துட்டு போறாரு. என்னடா பண்ணிருக்கீங்க? நான் சொன்னேன்ல இவங்க ஜானர் மாத்திடுவாங்கன்ட்டு மூவி டு மூவி. என்னது? இல்ல வாஷ் பண்றது க்ளீன் பண்றது. வா ப்ரொஃபஷனல்ஸ் அடிக்கிறதுக்குன்னு நினைக்கிறேன். கையெழுத்து சோப்பா പിന്നടി അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? ഇതിനൊക്കെ ഒരു ഉറപ്പ് വേണ്ടേ? അല്ല ഉറപ്പാ. ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? അത് എനിക്ക് ടെസ്റ്റ് ചെയ്യാലോ. ആവശ്യാനുസരണം അത് അവിടെ കൊടുത്താ പോരെ? അതെ പോരെ. ബ്ലഡ് പ്രിസർവ് ചെയ്തേക്കണ പോലെ നമുക്ക് കിഡ്നി ചെയ്യാൻ പറ്റൂല. ഇതൊരു 10-15 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഡോണറിന് റിസീവറിലേക്ക് കൊടുക്കണം. 15 മിനിറ്റോ? ആ. അപ്പൊ ഡോണർ ജീവനോടെ ഇല്ലെങ്കിലോ? അതെങ്ങനെ ശരിയാവുക? ഒരു സഹായമൊക്കെ വേണ്ട നമ്മുടെ നാട്ടുകാരാകുമ്പോ അങ്ങോട്ട്. പിന്നെ നാട്ടുകാർക്ക് സഹായമാണല്ലോ എന്ന് ചെല്ലാൻ നോക്കും. ശശിയേട്ടാ ജയിലർ ലുക്കിൽ இப்போ அது வந்து நம்ம சர்பத் சமீர். இப்போ இவர் யாருன்னு தெரியலையே. தெரியல. இவர் யாரு தெரியலையே. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? அந்த சாமி இது വളരണം ഇല്ല സാറേ. ഈ പോസ്റ്റർ ഒട്ടിച്ചാരാണെന്നറിയോ? ഈ പോസ്റ്റർ ഇവിടെ മുഴുവൻ ഒട്ടിച്ചാരാണെന്നറിയോ? എപ്പോ സാറേ അറിയാം, ചോദ്യമെല്ലാം ചോദിക്കി. ഇതിൽ കാണുന്ന ഗോവിന്ദരാജ എന്ന് പറഞ്ഞ ആളറിയോ? എങ്കിൽ കേട്ടോ, ഈ കാണാതായവനെ, ഈ പോസ്റ്റർ ഇവിടെ മുഴുവൻ ഒട്ടിച്ചവനെ, ഇത് അയച്ചവനെ, ഈ 3 പേരെ പൊക്കിയിട്ട് ഈ CI പാർത്തന് ഇവിടുന്ന് പോവുള്ളൂ. സാറേ പോയെന്നറിയില്ല, പക്ഷെ ഓരോ വീട് എനിക്കറിയാം. വീട് തിരിയും சொல்லிட்டாங்க. നിങ്ങൾ എന്റെ മനസ്സിലുണ്ടോ? ഭർത്താവ് ദിവസമായിട്ട് നിങ്ങൾ എന്താ സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്തിരുന്ന? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പുള്ളി എവിടെയെങ്കിലും പോയിട്ട് സൗകര്യമായിട്ടൊന്ന് കറങ്ങി വരട്ടെ. പുള്ളി ഇടക്കിടക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ടോ? ഇല്ല. പിന്നെന്താ സൗകര്യം പോലെ കറങ്ങി വരട്ടെന്ന് പറഞ്ഞു? ഇതൊരു തുടക്കാണേലോ. അളിയമാർക്കല്ലായിരുന്നോ പാർട്ടീഷൻ ചെയ്യാത്തതിൽ വലിയ മനപ്രയാസം ഉണ്ടായിരുന്നു? ചെയ്തിട്ടുണ്ട്. നല്ലത് നോക്കിയെടുത്തോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രത്യക്ഷത്തിലൊന്നുമില്ല. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്കിൽ പിന്നെ ഉത്തരം കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആ. എനിക്ക് ഡീകോഡ് ചെയ്യാൻ ടൈമില്ല. ഇന്നത്തേക്ക് 7 ദിവസമായി. ഞാൻ മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടും അത്രേ. ഒരു ഭർത്താവ് മിസ്സായി എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് ഒഫീഷ്യലി കംപ്ലൈന്റ് ഇല്ലെങ്കിൽ സാറിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണേ. நாங்களே கம்ப்ளைண்ட் கொடுக்கலாம். அப்புறம் எதுக்கு സാറിന് സിംബ വേണം. ദേ അയാള് പോയാൽ പിന്നെ തീറ്റയില്ല കുടിയില്ല. എന്നെ കൊണ്ടിട്ട് നോക്കാനും വെക്കാം. സാറ് വേണേ കൊണ്ടുക്കോ. എനിക്കെന്ത് ഉപകാരം പട്ടിക്കുഞ്ഞിനെ കൊണ്ട്? ഏകദേശം എത്ര മണിക്കായിരിക്കും ഗോവിന്ദരാജൻ മിസ്? പോയി എന്തൊരു മെനാട്ട സ്ത്രീ അവര്. சோபிஜிப்ல ஐயோ பாவம். இது போய் கறி சாப்பிட போகுதுன்னு நினைக்கிறேன். கறி சாப்பிடாது, கண்டுபிடிச்சிருமோன்னு தோணுது. உப்பு பிடிச்சிட்டு போய் அவ்வளோ நாத்தமாய் போச்சே. சுராஜ் எப்படி கூடு போடுவாங்க நான் நினைச்சேன் பாக்கல. ഇവിടെ ഏതാണ്ട് ഓക്കെയാണ്. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ചേട്ടാ പുറത്ത് പോലീസ് ഇറങ്ങുന്നുണ്ട്. പോലീസ് നമ്മളിതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമോ? ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് എങ്ങനെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കണം. ഗോപൻ അശോകനൊക്കെ അവിടെ എടാ, ഈ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു തരം സ്കില്ലാണ്. പേടി വരുമ്പോ അത് മുഖത്ത് വരാതെ ഇങ്ങനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. അത്രേ ഉള്ളൂ. പോലീസ് തിരിച്ചു കളിക്കുന്നത്. എനിക്കൊരു സർവത്ത് ഇവിടെ സർവത്ര കുഴപ്പമായിരിക്കുമ്പോ തന്റെ ഒരു സർവത്ത് നീ ഒന്ന് പിടിച്ചേ, എന്നിട്ട് ഓടാനല്ലേ? അല്ല, അതിന്റെ ചെയ്തിട്ട് വള്ളിയിടാ. അത് ഞാൻ ഇട്ടുതരാം. അതിന് വള്ളി എവിടെ?
ഈയോടാ വണ്ടി അവിടെ പോലീസ് കണ്ടു. തിരഞ്ഞെടുക്കാൻ നിൽക്കണ്ട നേരെ കിടക്കാൻ അതൊരു സ്കില്ല് കൂളാണെങ്കിൽ ആ പോവാ. ഇവിടെ വണ്ടി ചാവിയാണല്ലോ. അകത്ത് നോക്കിനാ നീ ഇവിടെ നിക്ക്, ഞാൻ നോക്കിട്ട് വരാം. ഇനി ഞങ്ങളുടെ വീട്ടിൽ വല്ലതും കാണോ? പോയി നോക്ക്. ആ ഇത് ഗോവിന്ദരാജ് 63 ഗോവിന്ദേട്ടൻ ഇയാള് കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. ഇയാളെ പറ്റിയിട്ട് വല്ല വിവരമോ കാണുകയോ ചെയ്താൽ ഒന്ന് അറിയിക്കണം. സാറേ ഞങ്ങള് രണ്ടരയുടെ പാസഞ്ചർ വൈകി ഇവിടെ എங்க எடுத்துட்டு போறாங்க எல்லாத்தையும்? பிரசாதம் தானே. ஐ மீன் அந்த கோயில் பைக்குள்ள வச்சு போனா பிரசாதம் தானே. இப்படி இருந்தாலும் கண்டுபிடிச்சிருவாங்கல்ல. ഈ കോഴി വേസ്റ്റ് ഒക്കെ ഇവിടെ എവിടെയെങ്കിലും തള്ളിയാല് പ്രശ്നമാണല്ലേ? கோழி waste. നമ്മൾ സ്റ്റേറ്റ് ആണ്. ഓ ആടെ എവിടെയെങ്കിലും പന്നി ഫാമിൽ കൊടുത്ത ഐറ്റങ്ങൾ തന്നോളൂ. ഓഹോ അപ്പൊ സേഫ് ആണ്. ഓ ശരി എന്താ ചോദിച്ചാ என்ன சாப்பிட்டு போறாரு ஒரு பாட்டுக்கு? ഇമാമനെ കണ്ടിട്ടുണ്ടോ? ഇമാമനെ കണ്ടാ പറയോ? அந்த ஃபா ഏയ് ഒരു മിനിറ്റ്. ഹലോ என்னது அது? அங்க போய் என்ன கொடுத்துருந்தானுங்க? മോനെ ദൈവം രക്ഷിച്ചു. ഓ അമ്മച്ചി ശരിക്കും നോക്കിയേ. ഈ കാണാതായ ഇയാളെ അമ്മച്ചി കണ്ടിട്ടുണ്ടോ? മോന്റെ പേരെന്താ? എന്റെ പേര് CI പാർത്തി. നല്ല മൊയിന്താന്നല്ല. முட்டாள். എടി നീ ചവയ്ക്കാൻ നിൽക്കണ്ട പുഴു. பப்பிக்கே ஃபிட் பண்ணிட்டாங்க. ரெண்டு மேலே நினைக்கிறேன். அங்க பத்தியா? இதானே അപ്പോ പ്രത്യക്ഷത്തിൽ ഗോവിന്ദന് ശത്രുക്കൾ ആരുമില്ല. പക്ഷെ അയാളുടെ പെരുമാറ്റവും ഇടപെടലുകളും വല്ലാത്ത രീതിയിലായതുകൊണ്ട് ഇയാൾക്ക് ശത്രുക്കൾ ഉണ്ടാകാം. ഈ ഗോവിന്ദൻ ഞങ്ങളുടെ നിന്ന് കുറെ കാശ് അടിച്ചോണ്ടാ സാറേ പോയിട്ടുള്ളത്. ഇതേ കുറിച്ച് ഞങ്ങൾക്ക് ഒരുത്തനെ സംശയമുണ്ട്. ആരെ? സുഭാഷ് അതാരാ? അവന്റെ ഒരു അർത്ഥ അവന്റെ ഇടപാടുകളിലൊക്കെ ഇവനാണ് അവന്റെ ഒരു ബിനാമി സെറ്റപ്പ്. ഓ ഈ ഒരുപാട് പൈസ എന്ന് പറയുമ്പോ 50 ലക്ഷം സാറേ. 50 ലക്ഷം? എത്രയും പൈസ കൊടുക്കാൻ നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? ഞാനൊന്നുമില്ല. ഈ സുഭാഷ് ഇല്ലേ അവന്റെ എന്തോ ബിസിനസ് ആവശ്യത്തിനാന്നാ പറഞ്ഞു. ഇപ്പൊ പൈസയില്ല, ഗോവിന്ദനും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ സാറേ, ഈ സുഭാഷിന് ഇതിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാം. അവന്റെ വീട്ടിലേക്ക് ഞങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അവൻ അവിടെ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ തോന്നാൻ? അവൻ തന്നെ എ ക്ലാസ് ഉടായിപ്പാ സാറേ. സാറിനും പണി കിട്ടിയിട്ടുള്ളതല്ലേ. എടാ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ കൊണ്ടുവന്നൊരു ഒരു കിറ്റ് മിസ്സിങ്ങാ. പൊന്നാര മോനെ മറ്റടുത്തോണ്ട് കാണാ മിസ്സായി പോയെന്ന് പറഞ്ഞാൽ ഇത് വഴി കാണാനോട് ചോദിക്കാൻ പറ്റുന്ന സാധനമാണ്. എടാ വഴിയിലൊന്നല്ല, വീട്ടിൽ തന്നെ കാണും. സ്കൂട്ടറിന്റെ ചാവി എടുക്കാൻ പോയപ്പോ മിസ്സായതായിരിക്കും. ഇവിടെ ബാക്കിയുള്ളവരുടെ ജീവനും കൈ പിടിച്ച റൗണ്ട് പോയി വന്നു. ഇനി ഇതും കൂടി പറഞ്ഞാൽ മിസ്സായോ? എടാ ഞങ്ങളുടെ പരിപാടി സേഫ് ആണ്. നീ ആരും കാണാതെ തപ്പിയെടുത്ത് വെച്ചാ മതി. ഞങ്ങൾ തന്നെ എടുത്തോളാം. എടാ അങ്ങോട്ട് തന്നെ തൊഴി. ആ மீனுக்கு தான். ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ എല്ലാം അണ്ടർ കൺട്രോളാണ്. ഇനി വെപ്രാളം കാണിച്ച് നമ്മളായിട്ട് അബദ്ധത്തിൽ ചാടാതിരുന്നാ മതി. ശശിയേട്ടാ ഞങ്ങൾ തിരിച്ചു വരുമ്പോ പോലീസിന്റെ മുന്നിൽ പെട്ടു. വീട് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് സുഭാഷിനെ പൊക്കിയിട്ടുണ്ട്. അവര് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്താ എന്താ ചേട്ടാ? ജയിലിൽ പോകാറായി. വീട് കൂട്ടി ഇറങ്ങിക്കോ. ചാവി നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊടുത്തേക്ക്. അപ്പുറത്തെ വീട് ഇതല്ലേ? എന്നാ ഇപ്പുറത്തെ വീട്ടിൽ കൊടുത്തേക്ക്. ശാന്തേച്ചി അങ്ങോട്ടടിച്ച് തുടക്കില്ല നന്നായിട്ട്. இடத்த எடுத்து அந்த வீட்டுக்கு போகடா. TV കേട്ടിടത് അപ്പോഴേ പറഞ്ഞോ. ഇതൊക്കെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ട് കളയും. പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ കാലിയായിരിക്കണം. ആ ഇത് പിടിച്ചേ. ഇന്നാവുമ്പോ ത്രില്ലെന്ന് പറഞ്ഞവരോടെ അവനാ ഇപ്പൊ പോലീസിനെ വഴികാട്ടി. என்னடா சில்லா இருக்கீங்க? നെക്സ്റ്റ് റൈറ്റ്. இப்போ கொஞ்சம் ஸ்லோ டவுன் ஆகிற மாதிரி இருக்குல்ல படம்? ஆக்சுவலா எனக்கு இப்போ அந்த ஒரு பேக் എന്താ സാറിന്റെ പാണ്ടൊക്കെ കുറഞ്ഞിട്ടല്ലോ. നല്ല മാച്ചിങ്. കേസ് അല്ലാണ്ട് വലിയ എന്തെങ്കിലും കേസ് എന്റെ കിട്ടിയാണല്ലോ.
തീർന്നത് നീങ്ങില്ലടാ. கவர் எடுக்கடா டேய். 10 കിലോമീറ്റർ പോകും. என்னடா பண்றீங்க? നീ വാഷ് பண்ணல. ഇവന്റെ അമ്മായിനോട് പറഞ്ഞേക്കേ, എനിക്ക് ഈ ജോലിയിലുള്ള ആത്മാർത്ഥത കാരണമാണ് ഞാൻ ഈ പണിക്കിറങ്ങിയേക്കണെന്ന്. എന്റെ മുഖത്ത് തുപ്പിലെന്നുള്ള തള്ള. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഈ കത്തി സാധനങ്ങളൊക്കെ എനിക്ക് തരും. ഇനി 8 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പെട്ടെന്ന് இது எதுக்கு ஃபாலோ பண்ணுது? ഇനി 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പെട്ടെന്ന് கழுத்துக்கடா கட்டிட்டு பக்கத்துக்கு போங்கடா. ഇനി 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾ ചെന്ന പട്ടിയുടെ കെട്ടയച്ചു വിടും. എങ്കിലും രക്ഷപ്പെടട്ടെ. ചേട്ടൻ പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചോളാം. ஓடுங்கடா ஓடு. என்னடா மொத்தமா குரூப் பண்ணிக்கிறீங்க? അവനവനെന്താ അവസ്ഥ? ആളിച്ചിരി വെകിളിയാണെന്നാ കേട്ടെ. പക്ഷേ അച്ഛൻ്റെ കേസൊക്കെ തെളിയിച്ചെന്നാ ചരിത്രം. டூர் பேக் அந்த தான் தெரியல. எடுத்தானா? വന്ന് വാല് തുറക്കടാ. അവൻ ഇറങ്ങിയിട്ടില്ലെന്നാ തോന്നണേ. அருண் அவன் பைக் எடுத்துட்டுல வெளில போயிருக்கான். இன்னொருத்தன் കാണാല്ലേ സാറേ? എന്ത് പൊട്ടിച്ചാലും കാണാതെ പോയ താക്കോല് കണ്ടുപിടിക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല സാറേ. സാറൊന്ന് മൂളിയാ മതി, ഇവനെ അവന്റെ വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിച്ചു തരും. എടോ, ഞാൻ അങ്ങനെ മൂളിയല്ല. എനിക്കെന്താ നെടുവീർപ്പിട്ടൂടെ? അപ്പത്തെ കൂടെ ആളെ ആക്രമിക്കാൻ പോവാ. ഇതിനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആരാണെന്നാണ് ഞങ്ങള് പറഞ്ഞപ്പോ സാറല്ലേ എടോ മീശക്കാരാ, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇനി അന്വേഷണം കഴിയുന്നവരെ രണ്ടോ കൂടെ മാറിക്കടോ. കൂടുതൽ തൊലിക്കാണ്ട് താക്കോല് തപ്പടാ. ഇവിടെ കൊണ്ടോട്ടിരുന്നത് പൊന്നു സാറേ, ജനാലിന്റെ അവിടെ കാണാനില്ലാത്തോണ്ടാണ് നമ്മൾ ഈ കിടന്ന് തപ്പണത്. ஐயோ സാറിന്റെ കൂടെ തപ്പിക്കുക, എന്താ പറയാ? അവനെ ഇതിന്റെ അകത്ത് പെട്ടിട്ടുണ്ട്. ഈ ചെറുക്കനല്ലേ നമ്മൾ കുറച്ച് നേരത്തെ ഇവന്റെ കൂടെ കണ്ട്? അതിവിടെ കഴിഞ്ഞ ആഴ്ച താമസിക്കാൻ വന്ന ടീമാ. ചെവിയങ്ങട് കടിച്ചു. ആരുടെ മുഖത്തും കള്ളലക്ഷണം വേണ്ടേ? നമ്മളിലേക്കുള്ള ഒരു ലീഡും അവന്മാരുടെ കയ്യിലില്ല. അപ്പൊ കിറ്റ് കിട്ടീന? ഏത് കിറ്റ്? നേരത്തെ ഞാൻ എടുക്കാൻ പറഞ്ഞത് ലീഡ് ഉണ്ടെന്ന്. ഫുൾ കള്ള ലക്ഷണം. ബിഗില് ശംഭു കുണിക്ക് വരുത്തോട്ട് മാറണം. ഒന്നല്ല രണ്ട്. പോലീസ് വന്നതറിഞ്ഞ് ഞാൻ കാണാൻ ഓടി വന്നതിന്റെയാ. ഞാൻ ഫിറ്റ്സ് വന്നവരെ അഭിനയിക്കട്ടെ. ചേട്ടൻ കൂളായിരിക്കും, ഒരു കുഴപ്പമില്ല. എടുത്ത് ക്യാഷിലോട്ട് സംസാരിക്കും. ഇങ്ങനെയുള്ള ഫ്രണ്ട്സാണ് പിന്നീട് തലവേനായിട്ട് മാറുന്നത്. അവൻ ആദ്യമായിരുന്നു തലവേദന, പിന്നീടാണ് ഫ്രണ്ടായി മാറിയത്. അപ്പച്ചാ ചീത്ത വിളിക്കല്ലേ. ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഒരു പഞ്ചാബിന്റെയും ബാഗ് തമ്മിൽ മാറിപ്പോയി. ഒന്ന് വിളിക്കാന്ന് വെച്ചാല് ഫോൺ അതിലും പെട്ട്. പിന്നെ നിങ്ങളെ നമ്പർ കാണാണ്ട് അറിയത്തുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഓഫീസ് അഡ്രസ് കണ്ടുപിടിച്ച ഈടെ എത്തിയത്. ആ പഞ്ചാബിനെ തപ്പി ബാഗ് കൈ കിട്ടാൻ ഇത്രയും ദിവസം എടുത്ത്. അപ്പച്ചാ കേൾക്കുന്നില്ലേ? അവസരപ്പെട്ട് വേണ്ടിക്കൊണ്ട് മോള് സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പച്ചാ ഇവിടെ ജോലിയും കൂടെയുള്ളവരൊക്കെ നല്ലതാ. പിന്നെ ഗോവിന്ദൻ ഞങ്ങളോട് ഒരു താങ്ക്സ് പറഞ്ഞേക്കണേ. ഗോവിന്ദനങ്ങളോട് ഒരു താങ്ക്സ് പറഞ്ഞേക്കണേ. ആ ഞാൻ എന്തായാലും ഓഫീസ് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് വിളിക്കാം. പാസഞ്ചറിൽ പോയില്ലേ? ആ ട്രെയിൻ നേരത്തെ പോയി. ഓഹോ. ഹലോ, ഇൻവെസ്റ്റിഗേഷൻ കോൺസ്റ്റബിൾ ദീപകയുടെ മാറിക്ക് ചെല്ലേ. ഒരു കള്ള ലക്ഷണമുണ്ട്. ഓ നല്ല പോലീസ് ലുക്ക് ഉണ്ട്. പിന്നെ ഒരു ഓറയൊക്കെ ഉണ്ട്. ഈ താടി മാത്രമാണ് ഒരു ചപ്രി ഫീല്. ആളടുത്തേക്ക് വരുന്നുണ്ട്. എത്തിയാൽ നമസ്കാരം പറഞ്ഞു. നമസ്കാരം. അതിങ്ങോട്ട് വരും. താനാ മോളെ കാണാനില്ല നമ്മുടെ സ്റ്റേഷനിൽ വന്ന ആളല്ലേ? അതെ.
എന്നിട്ട് എന്തായി? മുള കിട്ടി. എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നതെന്ന്. മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോന്നറിയാൻ മാവിലാൽ ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. ഓക്കെ ഓക്കെ, എനിക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. മോള് സേഫാണ്. മോള് സേഫ്. താനെന്താ ഇവിടെ ചെയ്യുന്നത്? അത് ഞാനിവിടെ ഇറച്ചി കൊടുക്കാൻ വന്നത്. കഴിഞ്ഞു എങ്കിൽ വിട്ടോ. അപ്പൊ വളരെ அந்த இறைச்சி வச்சு சமைச்சு கொடுத்து சாப்பிட வைக்க போறீங்க. എന്റെ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു. எனக்கு தெரிஞ்சு மேபி ഓക്കെ, ആലോചിക്കാണെന്നറിയോ? പിന്നെ ഞാൻ പറയാം, നിങ്ങൾ കേട്ടാ മതി. ഞാൻ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ വീടൊന്ന് സെർച്ച് ചെയ്യാൻ വന്ന അപ്പോഴാണ് ശംഭു നിങ്ങളൊക്കെ ഒരു സംശയം കൂടെ എടുപ്പിച്ചത്. കള്ളത്തരവില്ലാത്ത കൂട്ടരാണ്. പിന്നെ സംശയം കൊണ്ട് കിടക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു വിമിഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അൺഒഫീഷ്യലായിട്ട് വീടൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാല് ആർക്കെങ്കിലും വിരോധമുണ്ടോ? ഇല്ല. ഇല്ലെന്ന്. എന്തൊരു സിമ്പിളാണ് ഈ ഫാമിലി. ഇതൊരു രക്ഷയില്ല കേട്ടാ. അങ്ങോട്ട് നടക്കടാ. ഒറ്റയ്ക്കാ സാറേ? ശരിക്കും പോസ്റ്റ് ഐഡിയിലോണ്ട് ക്ലീൻ ആക്കിട്ടേക്കണ. ഞാൻ വന്നുകൊണ്ട് നിങ്ങളുടെ പണിയൊന്നും തടസ്സപ്പെടണ്ട. പൊളിമുറിയിലൊക്കെ എന്തുണ്ടാവാനാ സാറേ? നീയല്ലേ ഉണ്ടെങ്കിലോ? നീ ഇവിടെ ഒന്ന് നിൽക്കായിരുന്നോ? പ്രത്യക്ഷത്തിൽ ഈ കേസായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ ജോലി ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാനും വയ്യ. കാരണം ഈ കേസായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിലോ? അല്ലേ? വേദന വല്ലതും ഉണ്ടോ? ഇത് അറ്റാച്ച്ഡ് അല്ല അല്ലേ? ഈ ഗോവിന്ദരാജ് അത്ര വെടിപ്പല്ലാത്തതുകൊണ്ട് അയാൾക്ക് പല തരത്തിൽ പണി കിട്ടും. അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് മുങ്ങിയതാ. പക്ഷെ ഒരൊറ്റ ആള് സ്റ്റേഷനിലൊന്നും ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല. അതാണ് എനിക്കൊരു പ്രന്യാസം. അവന്റെ അമ്മയുടെ തേങ്ങ. അതല്ലേ പ്ലാൻ. ആ പട്ടി അതും കടിച്ചു പിടിച്ച് അങ്ങോട്ട് ഓടിക്കോണം. നമ്മൾ തോന്നി പോടാ. എന്റെ കിട്ടിയ എന്റെ ഇഷ്ടം ഓരോ മണ്ടത്തരം കാണിച്ചു പിടിച്ച എല്ലാവരും കൂടെ കുഴപ്പമല്ലോ? ഇല്ല. ഓക്കെ അല്ലേ? താങ്ക് ആണോ? ആ ദീപകിനൂടെ ഒന്ന് കൊടുത്തേക്ക്. ഏയ്, നിങ്ങൾ എന്തായി തപ്പുന്ന? സാറിനൊരു സഹായം. എന്താ இவன் எவ்வளவு கூலா இருக்கான் பாத்தியா? സാറേ കാരണവന്മാരായിട്ട് പൂട്ടിട്ടേക്കണം. ട്വിൻസ് ആണല്ലേ? ഏതാണ് സാർ? ഇത് എന്റെ അമ്മയിലുള്ള എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ. പക്ഷെ ഇവിടുത്തെ രുക്മിണിയമ്മയുടെ മോനാണ്. അച്ഛൻ കോമണ. രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള രണ്ട് മക്കളോ? അതെ, എന്റെ അച്ഛനെ പറ്റി. அவர்தான் வீட்டு ஹோம் டெலிவரி பண்ணிருந்தாரு. நான் சொல்லல சமைச்சு கொடுத்து சாப்பிட போறான்னு. എന്റെ അച്ഛനോട്ട് അതുല്യ പ്രതിഭ തന്നെ. எல்லாத்துக்கும் புரிஞ்சிருச்சு. സാറേ, രണ്ടുപേര് രണ്ട് നാട്ടിലായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇവരെ ഒരുമിച്ച് പുറത്ത് കാണിക്കാറില്ല. സാറിനൊരു കാര്യമായിരുന്നു. ഗോവിന്ദരാജ പലതും പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇവരെ രണ്ടുപേരെ ഒരുമിച്ചാണ് കണ്ടത്. പിന്നെ ഇതും ചേർത്തായി ഭീഷണി. അയാളെന്തിനാ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങളിത് ആരോടും അങ്ങനെ പറയാതിരിക്കുമായിരുന്നു. എന്റെ അച്ഛൻ ഉൾപ്പെടെ ഒന്നും അറിയാത്ത കുറെ പാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദരാജ നടത്തിയ വലിയൊരു തട്ടിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു സാർ. ഈ കുന്നോണ്ടാരെങ്കിലും എടുത്തിട്ട് പോകുന്നുണ്ടോ? அழகெல்லாம் குத்திட்டு உடாய்ப்பு மொத்தம் உடாய்ப்பு. എത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക്
രണ്ടും കൂടെ കുറെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. അയ്യോ ഇല്ലില്ല, ഗോവിന്ദരാജയുടെ കൂടെ അനുസരിച്ചൊപ്പം നിൽക്കുന്നേ ഉള്ളൂ. പിടിക്കപ്പെടുന്നതിന്റെ വക്കിലെത്തിയപ്പോഴാണ് മരിച്ചുപോയതിന്റെ അച്ഛന്റെ മണ്ടയിൽ എല്ലാം കൂടെ വെച്ചിട്ട് ഗോവിന്ദരാജ മുങ്ങാൻ ശ്രമിച്ചത്. ഭക്തജനങ്ങൾക്ക് അച്ചാറ് സോഡയും കൊടുത്ത് കയ്യിലുള്ള കാശും കൊണ്ട് തുളച്ചിട്ട് നിൽക്കണ നിപ്പ് കണ്ടില്ല മല്ലന്മാരുടെ. ഒരു കറക്ഷൻ ഉണ്ട് സാർ, മിച്ചറും സംഭാരമാണ്. ഓ ചുരുക്കി പറഞ്ഞ ഈ അമ്പലവും ദൈവവും ശരിക്കും ഇല്ല. എന്താണ് സതിയോ? അല്ല സാറേ, അത് കണലിക്കൂടെ ഓടുന്നതാ. നല്ല ഗംഭീര ഐറ്റാ. അതെ, ഇത്ര വലിയൊരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ട് നിങ്ങൾ എന്താ പരാതിപ്പെടാതിരുന്നേ? അത് പേടിച്ചിട്ടാ. ഞങ്ങളിൽ അറിഞ്ഞൊന്നും കംപ്ലൈന്റ് ഒന്നും ഗോവിന്ദൻ അറിഞ്ഞ അയാൾ വല്ലാത്ത ടൈപ്പ് പാസ്. കുനിഞ്ഞെന്ന് കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? രണ്ടുപേരുടെയും കൂടെ എത്ര വയസ്സ് പോയി? 50. കഷ്ടം. എനിക്കൊന്ന് തീർച്ച ചെക്ക് ചെയ്യണമല്ലോ സാറേ. അത് പാൻറ് ഇട്ട് കയറാൻ പറ്റത്തില്ല. സ്ട്രിക്ട് റൂൾസ് അല്ലേ? അതെ. എടുക്കടോ സാർ, ഇതാ ഗോവിന്ദന്റെ. ഹലോ. അതെ, ഇൻസ്പെക്ഷനിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് 30. അറിയാലോ, മോഹിനീശ്വരി ദേവിയെ ലിസ്റ്റിക്കേറ്റ് ഒരു 10 കൂടെ വേണ്ടി വരും കേട്ടോ. നോക്കിക്കഴിഞ്ഞാല് ഈ സൈസ് അളവന്മാരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇവിടുത്തെ കാര്യം, അദ്ദേഹം മുണ്ടെടുത്ത് വന്ന് പ്രൂഫ് സഹിതം പിന്നെ തെളിച്ചോളാം. എടോ, ഈ മല്ലന്മാരെ കൂട്ടിക്കോ. അതെ, ഈ വിഷയം ഒരു കാരണവശാലും പുറത്തു പോകും. ഇല്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം. അറിയിക്കേണ്ട പോലെ ഞങ്ങൾ അറിയിച്ചോളാം. അല്ലെങ്കിൽ നാട്ടുകാരെ അടിച്ച് കൊന്നുകളെ കിഴങ്ങന്മാരെ. സാറേ സാറേ, ഗോവിന്ദരാജയുടെ കിണ്ടി അയാൾ ഭാര്യയുടെ സ്വർണവും വിമാന കാശും കൊണ്ടുപോയി ഗുഡ് ബൈ പറഞ്ഞു പോയി. അവൻ ഇവിടെ നിന്നല്ലേ പൊങ്ങിയിട്ടുള്ളൂ. അവൻ എവിടെ പോയി കഴിഞ്ഞാലും ഈ CA പാർത്തന അവനെ പൊക്കിയിരിക്കും. അത് മതി സാർ. വണ്ടി എടുക്കണോ? வண்டி எடுக்கணும். எல்லாரும் தப்பிச்சிட்டாங்க. നീ അയാളോടൊന്ന് സംസാരിച്ചു നോക്ക്. നിന്നോട് പറയണ പലിശ ആവില്ല എന്നോട്. ഇല്ലില്ല, അത് ഞാൻ ഗ്യാരണ്ടി എന്തായാലും തന്നിരിക്കും. ആ അത് മതിയടാ. ശരി ശരി, നീ നോക്കിട്ട് വിളിക്കും. ഗോപ, കഴിച്ചിട്ട് നേരത്തെ കിടക്കാം, നാളെ പോകാനുള്ളൂ അല്ലേ? ഇല്ല ശശിയേട്ടാ, കുറച്ച് വിളിക്കാനുണ്ട്. കഴിച്ചിട്ടായിക്കൂടെ? ഇല്ല, 3 ദിവസത്തിനുള്ളിൽ പലിശക്ക് എടുത്തിട്ടാണെങ്കിലും ആ സ്കൂളിൽ പൈസ എത്തിക്കണം. അതിന് ഇപ്പോഴെങ്കിലും വിളിച്ചു തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. അതാ, നിങ്ങൾ കഴിച്ചോ, ഞാൻ വരാം. இருந்தாலும் இவரும் ஹார்ட் ட்ரை பண்ணியிருக்காருப்பா. அந்த 50 lakhs எங்க போச்சு? யோசிக்க வேண்டிய விஷயம். ஒருவேளை இவர் கையில வச்சிருந்தாருல ஒரு சாவி, ഒഴുക്കാനായിട്ട് എടുത്തോളൂ. இவ்வளவு விஷயம் பண்ணிட்டு தான்ப்பா வந்திருக்காரு. എന്തൊക്കെയാ സംഭവിച്ചതല്ലേ? എല്ലാം കഴിഞ്ഞൊന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കഴിഞ്ഞതൊന്നും ഓർക്കാതെ ജീവിക്കുന്ന നല്ലത്. ഈ അധ്യായം ഇവിടെ അടഞ്ഞാലും ഇല്ലേലും നമുക്ക് പുതിയതൊന്ന് തുറന്നേവും. ആദ്യത്തിലേക്ക് വെക്കണോ? ഗോപ, ഇത് നീ അവർക്ക് കൊടുത്തിട്ട് നിന്റെ സ്കൂളിലെ പോസ്റ്റ് ലോക്ക് ചെയ്യും. ஏது 50 lakhs? അരുൺ കുക്കറിൽ വെച്ചത് ആടെ തന്നെ ഉണ്ട്. നമുക്കത് എന്തെങ്കിലും ചെയ്യണ്ടേ മോനെ? சரி, கோயில்ல அமைதியா வச்சுட்டு போக சொல்லியிருப்பான்ல, ஏதாவது பிரச்சனைனா. அதுதான் உண்டியில சாமி கும்பிட்டாரு போல இருக்கு. രണ്ടുപേരുടെയും കൂടെ എത്ര വയസ്സ് പോയി? 50. കംപ്ലീറ്റ് നോട്ടാണെന്ന് തോന്നുന്നു. ചില്ലറങ്ങ് ചെന്ന് ക്ലിങ് എന്ന് പറഞ്ഞ് വീഴുമ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചത് ഏറ്റവും കൂടുതൽ വിശ്വാസം വരുള്ളൂ. നമുക്ക് തരേണ്ടതൊക്കെ ഈ ഭണ്ഡാരത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് ഇതിലോട്ടൊന്ന് തട്ടിയാൽ മതി. ഞാൻ സൗകര്യം പോലെ എടുത്തോളാം. വന്ന വഴി മറക്കരുതല്ലോ. இவனுக்கும் லோன் கிடைச்ச மாதிரி ஆச்சு அந்த சூப்பர் மார்க்கெட்டு. ஓ, இவங்களுக்கு 25 lakhs கொடுத்தா போதும். 50-50 உள்ள வந்ததுக்கு அவனுக்கு பாதி, இவங்களுக்கு பாதி. சாப்பிட்டுக்கிட்டு எல்லாம் போயிட்டு இருக்காங்க. இது என்னது?
அந்த எரிஞ்சு போச்சு இல்ல கறி துண்டுங்க இதெல்லாம், அவனோட அஸ்தியும் சேர்த்து எடுத்துட்டு வந்துட்டான். ஓ நல்லதுதான். அவ்வளவுதான். ஓ அவருக்கு சேர்த்துல பூஜையா இப்ப? நைஸ் பண்ணா. சீரியஸ்லி worth watching. மூவி முடிஞ்சிருச்சு, உங்களோட தாட்ஸ் என்ன? வாவ் மச்சான், worth watching மச்சான், worth watching. செம்ம நைஸ். எனக்குமே வந்து ஒரு டிஃப்ரெண்டா இருந்தது. லைக் நம்ம வந்து சில மூவிஸ்லாம் பண்ணும்போது நம்ம ரொம்ப லாஜிக்கலாலாம் யோசிக்க கூடாது. ஜஸ்ட் அவங்க என்ன நமக்கு கன்வே பண்ண ட்ரை பண்றாங்கிறது என்ஜாய் பண்ணிட்டு போயிடணும். இங்க நம்ம டெத் மேட்டர்லாம் கொஞ்சம் சீரியஸா யோசிக்கலன்னா மித்த ஆங்கிள் எல்லாம் பார்க்கும்பொழுது நல்லா ஜாலியா போச்சு. அவங்க எவ்வளவு டென்ஷனா இருப்பாங்க, என்ன பண்ணுவாங்க, ஒரு காமன் மேனா இருந்தா என்ன நல்லா யோசிப்பாங்களோ அது எல்லா ஆங்கிள்லயும் போச்சு. நல்லா இருந்தது. ஆக்சுவலா எப்படி போச்சுன்னே எனக்கு தெரியல. எனக்கு வந்து ஸ்லோ ஆச்சு அப்படிங்கறது எனக்கு ஃபீலே ஆகல. ஓகே. சோ ஒரு மாதிரி சூப்பரா அப்படிங்கிற மாதிரி இருக்கு. எனக்கு வந்து இப்ப புரியுது ஏன் அவங்க ஃபர்ஸ்ட் பார்ட் பார்த்துட்டு செகண்ட் பார்ட் பாருங்கன்னு. எனக்கு வந்து ஃபர்ஸ்டோட செகண்ட் பிடிச்சிருக்கு. நான் சொன்னேன் இவங்க எப்பவுமே ஒரே படத்தை கான்செப்ட் அதே மாதிரி கொண்டு போக மாட்டாங்க, டிஃப்ரெண்டா தான் கொண்டு போவாங்க. இப்போ ஃபர்ஸ்ட் இது வந்து ஃபுல்லா டாடி ஃபேமிலின்னு எனக்கு ஒரு 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 ஜானருக்கே அது கொண்டு வர முடியல. இது வந்துட்டு காமெடி த்ரில்லர்னு ஒரு ஜானர் கொண்டு வர முடிஞ்சது. இவங்க வந்துட்டு நம்மள கொஞ்ச நேரத்துக்கு டென்ஷன்ல வைக்கணும், பிளஸ் வந்து டென்ஷன் பிளஸ் காமெடியில வைக்கணும்னு ட்ரை பண்ணாங்க. அதை எப்படியோ சக்சஸ்ஃபுல்லா பண்ணிட்டாங்க. சாய்ஜு குரூப் தான் மாஸ் நல்லா முட்டை. எனக்கு ஆக்சுவலா ஒரு இடத்துல எனக்கு அழுகையே வந்துருச்சு. என்னன்னா ஒரு ஒரு பையனா அவர் எவ்வளவு சஃபர் ஆகுறாரு பாரு அந்த குடும்பத்தை காப்பாத்தணும்ன்றதுக்காக. இந்த பாட்டியாவது நீ சொன்ன மாதிரி சாய்ஜு குரூப்க்கு ஒரு ஃபேமிலி கிடைச்சிருந்திருக்கு. மேபி கண்டிப்பா தேர்ட்ல வருவாங்க. ஆனா எனக்கு ஒண்ணு மட்டும் புரியல, இவங்க எதுக்கு வந்து பரதநாட்டியம் மோகினி ஆட்டம் அப்படி பேர் வைக்கிறாங்கன்னு. என்னால இது வரைக்கும் எந்த மூவி பார்த்தாலும் ஏதோ ஒரு இடத்துல நம்மளால சிங்க் பண்ண முடியும். எனக்கு வந்து இந்த 2 படத்துல இது சிங்க் பண்ண முடியல. பட் வந்து படம் நல்லா இருந்தது. எனக்கு மெயினா அவங்க அம்மாவை கொண்டு போய் மோகினீஸ்வரியா வச்சது. அவங்க அம்மா ரொம்ப கேஷுவலா தலையை திரும்பி கொண்டது. அதுக்கப்புறம் அந்த பையன் குக்கர்ல வச்சுட்டேன். அதுக்கப்புறம் வந்துட்டு அவன் மாமாவை கொண்டு போய் அவங்க பாத்ரூம்ல வச்சது. ஆமா. அப்புறம் முள்ளால எடுக்கணும்னு சொல்லிட்டு சுபாஷ் உள்ள இறக்குனது. ஒரு சுபாஷ் வச்சு இன்னொரு சுபாஷ் ஒரே செகண்ட்ல கண்டுபிடிச்சது. இதெல்லாம் நல்லா இருந்தது, நல்லா ஜாலியா இருந்துச்சு. அப்புறம் சம்பந்தம் இல்லாம அந்த கறி வெட்டுறது தூக்கி கோவிந்த் அங்கிளுக்கு தேங்க்ஸ் சொல்லுங்க சொல்லி எல்லாமே நல்லா இருந்தது. நல்லா எப்படி சொல்றது, நல்லா ஃபன்னியா வந்து சிங்க் பண்ணியிருந்தாங்க. நல்லவேளை சோஷியல் மெசேஜ் அது இதுன்னு நம்மள கொள்ளாம ஃபன் எலமெண்ட் த்ரில் எலமெண்ட் தான் மெயினா வச்சிருந்தாங்க. அது சூப்பரா அச்சீவ் பண்ணிட்டாங்க. நல்ல ஒரு டைம் பாஸ், நல்ல ஒரு டைம் பாஸ். செம்மையா இருந்துச்சு. நான் இவ்வளவு நேரம் போச்சுன்னே தெரியல. அது கண்டினியூஸா பரதநாட்டியமும் இப்ப மோகினியாட்டமும் பார்த்துட்டோமா. சோ அதோட ஃப்ளோ ஒரு மாதிரி நல்லா இருக்கு. எனக்கு ஆடு 1 ஆடு 2 பார்த்த அந்த ஒரு சாட்டிஸ்பாக்சன் ஃபீல் எனக்கு இதுல கிடைச்சிருக்கு. உனக்கு அடுத்த ஆடு 3 வெயிட்டிங், தனியா பார்க்கணும். ஆமா, நாளைக்கு பார்க்கலாம். ஓகே, we enjoyed watching. Thank you for all the suggestions. நாங்க அடுத்த ஒரு சூப்பரான மூவில மிஸ்ஸஸ் வருவாங்க பூஷா, அப்ப நம்ம பார்ப்போம். பை பை.